കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്കിപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. കന്നഡ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇന്ന് ഓരോരുത്തരത്തൊക്കെ പോകാൻ കാണും. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൂസിൻ്റെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. അപ്പോൾ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നത് നമ്മൾ വീട്ടിലല്ല, മാവേലിക്കര ജില്ലാ ആശുപത്രിയിലാണ്. മിന്നോട്ടനെ അപ്പൂസിനെയും ശ്രീപ്രസാദ് ഡോക്ടറിനെയാണ് നമ്മൾ കാണിക്കുന്നത്. കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. അപ്പോൾ 6 മാസം തുടങ്ങിയപ്പോൾ ഞാനിതുപോലെ ഡോക്ടറെ ചെന്ന് കണ്ടായിരുന്നു. അപ്പൂസിന് ചുമയായിട്ട് പോയതാണ്. അന്നേരം അവിടെ ചെന്നപ്പോൾ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, ഡോക്ടറെ കുഞ്ഞിന് ഇതുപോലെ 6 മാസം തുടങ്ങി, എനിക്കിനി കുറുക്കൊക്കെ കൊടുക്കാൻ പറ്റുമോ, അമൃതം പൊടിയുടെയൊക്കെ കുറുക്ക് കുഞ്ഞിന് കൊടുക്കാൻ ഇനിയും പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ഡോക്ടർ ചോദിച്ചു 6 മാസം കംപ്ലീറ്റ് ആയോ? ഞാൻ പറഞ്ഞില്ല, 6-ാം തീയതിയാണ് 6 മാസം കംപ്ലീറ്റ് ആവുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്നാൽ നമുക്ക് കുഞ്ഞിൻ്റെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്താം. അപ്പം കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് കുഞ്ഞിന് എന്തൊക്കെ കൊടുക്കാൻ പാടില്ല എന്നുള്ള സംശയങ്ങളെല്ലാം മാറും. അതുകൊണ്ട് 6-ാം തീയതി ജില്ലാ ആശുപത്രി, മാവേലിക്കര ജില്ലാ ആശുപത്രി വരണമെന്നും പറഞ്ഞ് ഡോക്ടർ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു പേപ്പർ എഴുതി തന്നിട്ട് പറഞ്ഞു, ഇത് അവിടെ കൊണ്ട് കാണിച്ചാൽ മതി, ബാക്കി അവിടുന്ന് നടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ അവിടെ എത്തിയപ്പോഴത്തേക്ക് അപ്പൂസിനെ പോലെ തന്നെ കുറേ കുഞ്ഞുമക്കളും കൂടെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഓരോ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ്. എന്ന് വെച്ചാൽ 6 മാസമായ കുഞ്ഞിനെ നമ്മൾ എന്തൊക്കെ കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ അവർ ക്ലിയർ ചെയ്തു തന്നു. അവിടുത്തെ സിസ്റ്റർമാരും ആശാവർക്കർമാരും ഡോക്ടർമാരും കൂടെ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് നിന്നാണ് ഈ പരിപാടി നടത്തുന്നത് അവിടെ. അങ്ങനെ അതിൻ്റെ അകത്ത് ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ കൊടുത്തു തുടങ്ങാം, എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പം ആദ്യത്തെ മാസം പരിചയപ്പെടുത്തലിൻ്റെ മാസമാണ്. അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ 7-ാം മാസം എന്തൊക്കെ ഫുഡ് കൊടുക്കാം, 8-ാം മാസം എന്തൊക്കെ കൊടുക്കാം, ഇതിനെപ്പറ്റി എല്ലാം ഡോക്ടർ പറഞ്ഞു തന്നു. അപ്പം ഡോക്ടർ കുഞ്ഞിനെ എല്ലാം ചെക്ക് ചെയ്തു, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ, ബർത്ത് വെയിറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ വെയിറ്റ്. അപ്പോൾ വെയിറ്റ് ഒക്കെ നോക്കിയപ്പോൾ അപ്പൂസ് പെർഫെക്റ്റ് ആണ്. അതിന് കുഞ്ഞിന് എന്തൊക്കെ ഫുഡ് കൊടുക്കണം, എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാക്കേണ്ടത്, ഇതിനെപ്പറ്റിയൊക്കെ എല്ലാം ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു തന്നിട്ട് പിന്നെ അടുത്ത ആശാവർക്കർ ചേച്ചിമാർ തയ്യാറാക്കി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തന്നു. അങ്ങനെ ഈ സാധനങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തന്നു, എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നെല്ലാം പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ സദ്യയുടെ സെക്ഷന്. അവിടെ നമുക്കുള്ള സദ്യയല്ല, കുഞ്ഞുങ്ങൾക്ക് 6 മാസത്തിലുള്ള സദ്യ. 6 മാസം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആഹാരങ്ങൾ ചേർത്ത് എല്ലാം കൂടെ ചേർത്തൊരു സദ്യ പോലാക്കി. ആ സദ്യയൊക്കെ കുഞ്ഞിനെല്ലാം തൊട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കി വന്നത് ഫുഡ് ഞാനും കഴിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ വലിയ ടേസ്റ്റൊന്നും ഇല്ല, ഉപ്പും മധുരമൊന്നും ഇല്ലാതൊക്കെയല്ലേ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വലിയ ടേസ്റ്റൊന്നും ഇല്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യമല്ലേ നമുക്ക് വലുത്, നമ്മുടെ ടേസ്റ്റ് അല്ലല്ലോ നോക്കണ്ടേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഫോട്ടോയൊക്കെ എടുത്തു, എല്ലാവരെയും കണ്ട് പരിചയപ്പെട്ട് ഞങ്ങൾ പിന്നെ തിരികെ വീട്ടിലെത്തി.